ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് മഷ്റൂം തീമിലുള്ള ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു A4 ഷീറ്റ് എടുത്ത് മടക്കി ഒരു പെൻസിൽ വെച്ച് നമുക്ക് ഒരു രണ്ട് മഷ്റൂം വരച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ മഷ്റൂം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാവേ. ഇനി നമുക്ക് ഇത് പേന വെച്ച് ഔട്ട്ലൈനും അതുപോലെ തന്നെ മുകളിൽ സിസേഴ്സിൻ്റെ ഒരു കട്ട് ചെയ്യുന്നൊരു ഇതും വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് അത് ഫുള്ളൊന്ന് കളർ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് ബ്ലൈൻഡ് ബാഗൊന്നും കൂടെ എഴുതി കൊടുക്കാവേ. ഇനി നമ്മൾ അത് തിരിച്ച് പുറകോട്ടേക്ക് വെച്ച് അവിടെ കുറച്ച് റൗണ്ട്സ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി തൊട്ടിപ്പുറമായിട്ട് ചെറിയൊരു ഡാഷ് കൊടുത്തിട്ട് നമുക്ക് കോമൺ, എപ്പിക്, ലെജൻഡറി അങ്ങനെയൊക്കെ എഴുതി കൊടുക്കാവേ. ഇനി ആ ഒരു റൗണ്ടിൻ്റെ കുറച്ച് ഭാഗത്ത് നമുക്ക് കളർ ചെയ്ത് ബാക്കി ഭാഗം ചുമ്മാ വൈറ്റ് ആക്കി വിടാം. ഇനി നമുക്ക് ഈ കാണുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഒരു ബോക്സ് മാതിരി ഇങ്ങനെ എടുത്ത് വെക്കാവേ. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് സെലോ ടേപ്പ്, സൈഡിലും താഴെ സെലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് എക്സസ് തന്നെ സെലോ ടേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കുഷി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സ്കുഷിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഒരു മഷ്റൂം തലയിൽ വെച്ചേക്കുന്ന ഒരു ബണ്ണി ഒരു ഫോട്ടോ ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി അത് നമുക്ക് നല്ല രീതിയിൽ അതിന് ഔട്ട്ലൈനും അതുപോലെ തന്നെ കളറും ചെയ്ത് സെലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. കുറച്ച് ഭാഗത്ത് നമ്മൾ സെലോ ടേപ്പ് ഒട്ടിക്കരുത്, ഒരു ഇത്തിരി ഗ്യാപ്പ് താഴെയായിട്ട് വിട്ടേക്കണം. എന്നാലും നമുക്ക് പഞ്ഞി വെക്കാൻ പറ്റുള്ളൂ. പഞ്ഞി ഇല്ലാത്തവർ പ്ലാസ്റ്റിക് ആയാലും വെച്ചാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ പഞ്ഞി ഉള്ളതുകൊണ്ട് ഞാൻ അത് വെക്കാം. അപ്പോൾ നമുക്ക് പഞ്ഞി വെക്കാം. ഏകദേശം നല്ല രീതിയിൽ തിക്കി അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാവുന്നത്ര വെക്കണം. എന്നാലും നമുക്ക് ഞെക്കുമ്പോഴൊക്കെ സ്കുഷിയുടെ ഒരു സൗണ്ടൊക്കെ കേൾക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്കുഷി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്കുഷി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ചെറിയ പേപ്പർ എടുത്ത് ചെറിയൊരു പൂച്ചക്കുഞ്ഞിൻ്റെ മുകളിലായിട്ടൊരു മഷ്റൂം വരച്ചിട്ടുണ്ട്. അതിന് ഔട്ട്ലൈനും കളറും ഒക്കെ ചെയ്തെടുത്തിട്ട് നമുക്ക് സെലോ ടേപ്പ് അതിൻ്റെ മുകളിൽ മാത്രം കുറച്ച് സെലോ ടേപ്പ് ഇട്ടിട്ട് താഴെ ഫുള്ള് നമുക്ക് സെലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാവേ. ഇനി അത് കത്രിക വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അതിങ്ങനെ നമുക്ക് പുറകോട്ടേക്ക് ഒട്ടിച്ചടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്കിനി അതിൻ്റെ മുകളിലും അതുപോലെ തന്നെ പഞ്ഞി ആവശ്യത്തിന് നിറച്ച് കൊടുക്കാവേ. ആദ്യമൊക്കെ പഞ്ഞി ഇങ്ങനെ പുറത്തേക്ക് നല്ല രീതിയിൽ തള്ളി വരിക. നമ്മൾ ആവശ്യത്തിനകത്തേക്ക് ഇങ്ങനെ കുത്തി നിറച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെലോ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് പുറകോട്ടേക്ക് ഒട്ടിച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ രണ്ട് സ്കുഷീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ഇതിനായിട്ട് ഇങ്ങനെ ചെറിയൊരു കാർഡിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എടുത്തിട്ട് ഗോട്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് ഞാൻ എത്തിക്കാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്കുഷിക്കൊക്കെ നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് അതിന് നമുക്ക് കവറും എല്ലാം ആക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൈൻഡ് ബാഗ് ആ ഒരു പൗച്ച് നമുക്ക് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് പഞ്ഞി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആ പാക്കറ്റിൽ വെച്ചേക്കുന്ന രണ്ട് സ്കുഷീസും അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആ ഗോട്ട് എന്താണ് കിട്ടിയത് അത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് എടുക്കാൻ പാകത്തിന് വെക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ സെലോ ടേപ്പും കൂടി ഒട്ടിച്ച് കൊടുത്താൽ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും